ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ ഭാവനയിൽ കാണൂ. നമ്മുടെ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ രാജ്യം സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു. ആ രാജ്യത്ത് 7500-ലധികം നദികൾ ഒഴുകുന്നു. എല്ലാ മൂലയിലും മസ്ജിദുകൾ തിളങ്ങുന്നു. സ്ട്രീറ്റ് ഫുഡിന്റെ രുചികളാൽ നിറഞ്ഞിരിക്കുന്നു. കൂടാതെ ആ രാജ്യത്തെ ജനങ്ങൾ ക്രിക്കറ്റിനു വേണ്ടി ഭ്രാന്തമായിരിക്കും. മീനില്ലാതെ ഭക്ഷണം കഴിക്കില്ല. ഇതേത് രഹസ്യരാജ്യമാണ്? ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ പ്രത്യേക യാത്രയിലേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ശക്തമായി കെട്ടിക്കോളും. കാരണം ഇത് വെറും ഫാക്റ്റുകൾ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തെ തൊടാൻ പോകുന്ന കഥകളാൽ നിറഞ്ഞ സാഹസികതയാണ്. ഫ്രണ്ട്സ്, നമ്മൾ സംസാരിക്കുന്നത് ബംഗ്ലാദേശിനെക്കുറിച്ചാണ്. ബംഗ്ലാദേശ് ഔദ്യോഗികമായി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ജനസംഖ്യ ഏകദേശം 17 കോടിക്ക് മുകളിലാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ 8ാമത്തെ വലിയ രാജ്യം ഇതാണ്. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ശരാശരി 1366 പേർ താമസിക്കുന്നു. അതായത് അവിടുത്തെ ജീവിതങ്ങൾ എത്ര സാന്ദ്രമായും ഊർജ്ജസ്വലമായും നടക്കുന്നുവെന്ന് ഭാവനയിൽ കാണൂ. രാജ്യത്ത് 43% ആളുകൾ നഗരങ്ങളിലും ബാക്കി 57% ഗ്രാമങ്ങളിലുമാണ് താമസിക്കുന്നത്. മതങ്ങളുടെ കാര്യത്തിൽ 91% ഇസ്ലാം, ഭൂരിഭാഗവും സുന്നി മുസ്ലിം, 8% ഹിന്ദു, ബാക്കി 1% ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ, മറ്റു മതവിഭാഗങ്ങൾ. അതിർത്തികൾ നമ്മുടെ ഇന്ത്യയോടും മ്യാൻമാറിനോടും മറുവശത്ത് ബംഗാൾ ഉൾക്കടലിനോടും ചേർന്നിരിക്കുന്നു. ഇത് പ്രകൃതി സൗന്ദര്യവും ആകർഷണങ്ങളും നിറഞ്ഞ ഒരു രാജ്യമാണ്. ഇപ്പോൾ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ഹൃദയം ഢാക്ക. ഇവിടെ വലിയ തുറമുഖം, എല്ലാ ആധുനിക സൗകര്യങ്ങളുമുണ്ട്. ഷോപ്പിംഗ് മാളുകൾ മുതൽ ആശുപത്രികൾ വരെ എല്ലാം തിരക്കിലാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് 10ാം സ്ഥാനം, സാമ്പത്തികമായും ശക്തമായ സ്ഥാനം. പക്ഷെ എന്താണ് ആ സ്പെഷ്യൽ മാജിക്? ഓരോ റോഡ് മൂലയിലും ഒരു മസ്ജിദുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മസ്ജിദുകളുടെ നഗരമെന്ന് വിളിക്കുന്നത്. ആ മസ്ജിദുകൾ കണ്ടാൽ മനസ്സ് ശാന്തിയാൽ നിറയും. ഓരോന്നും ഒരു കലാസൃഷ്ടി പോലെ തിളങ്ങും. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് വേറെ ലെവലാണ്. തണുത്ത രാത്രിയിൽ ഹോട്ട് സ്ക്വിഡ് അല്ലെങ്കിൽ ഫ്രഷ് മീൻ കറിയോടൊപ്പം നിങ്ങൾ മറക്കാനാവാത്ത രുചികളിൽ മുഴുകിപ്പോകും. ഇതെല്ലാം എങ്ങനെ വന്നു? ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ഒരു വൈകാരിക ഭാഗമുണ്ട്. സ്വന്തം മാതൃഭാഷയ്ക്ക് വേണ്ടി പോരാടിയ ഏക രാജ്യം ഇതാണ്. മുമ്പ് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് വിളിച്ചിരുന്നു. പക്ഷെ അവിടുത്തെ ജനങ്ങൾ ബംഗാളി സംസാരിക്കുന്നു. പാകിസ്ഥാന്റെ ദേശീയ ഭാഷ ഉറുദു നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ കലാപം ചെയ്തു. വർഷങ്ങളോളം നീണ്ട പോരാട്ടങ്ങൾ, ത്യാഗങ്ങൾ നടന്നു. ഒടുവിൽ 1971 നമ്മുടെ ഇന്ത്യയുടെ സഹായത്തോടെ സ്വാതന്ത്ര്യം ലഭിച്ചു. ആ സഹായം ഒരു ബന്ധം സൃഷ്ടിച്ചു. ഇന്ന് ചൈനയുമായുള്ള അടുപ്പം കൂടിയാലും ആ ചരിത്രം നമ്മെ എന്നും ബന്ധിപ്പിച്ചു നിർത്തും. സാമ്പത്തികമായി നോക്കിയാൽ ബംഗ്ലാദേശ് കൃഷിയെ ആശ്രയിച്ചിരിക്കുന്നു. 67% ഭൂമി നെൽകൃഷിക്കാണ് ഉപയോഗിക്കുന്നത്. ലോകത്ത് വലിയ കയറ്റുമതി രാജ്യങ്ങളിലൊന്ന്. പക്ഷേ അത്രമാത്രമല്ല, ലോക വസ്ത്ര വ്യവസായത്തിൽ 6% ഉൽപ്പാദനം ഇവിടെയാണ് നടക്കുന്നത്. നിങ്ങളിട്ടിരിക്കുന്ന ഷർട്ട്, ടീഷർട്ട് എല്ലാം ബംഗ്ലാദേശിൽ തന്നെ ഉണ്ടാക്കിയതാണ്. മറ്റൊരു രസകരമായ കാര്യം, ലോക ചായ ഉൽപ്പാദനത്തിൽ 3% ഇവിടെ നിന്നാണ് വരുന്നത്. 5 മില്യൺ ആളുകൾ ചായത്തോട്ടങ്ങളിലും പ്രോസസ്സിംഗിലും ജീവിക്കുന്നു. ഇതെല്ലാം കണ്ടാൽ ഈ ചെറിയ രാജ്യം എത്ര ശക്തമാണെന്നും എത്ര ഉറച്ചു നിൽക്കുന്നുവെന്നും മനസ്സിലാകും. ഇനി ക്രിക്കറ്റോ? ബംഗ്ലാദേശിൽ അത് വെറും കളിയല്ല, ഒരു വികാരമാണ്. എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഒരു ഭാഗം. കുറഞ്ഞ കാലത്തിനുള്ളിൽ അന്താരാഷ്ട്ര തലത്തിലെത്തി വലിയ ടീമുകളെ സ്വന്തം മൈതാനത്ത് തോൽപ്പിക്കുന്നു. നമ്മുടെ IPL-ൽ അവരുടെ കളിക്കാർ തിളങ്ങുമ്പോൾ ആ ഉത്സാഹം നിങ്ങളെയും ആകർഷിക്കും. അതുപോലെ പത്രങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രധാനമാണ്. നമ്മൾ രാവിലെ ചായ കുടിക്കാതെ ദിവസം തുടങ്ങില്ല എന്ന പോലെ അവർ പത്രം വായിക്കാതെ ഇരിക്കില്ല. 2000-ലധികം പത്രങ്ങളും മാഗസിനുകളും ദിവസവും അച്ചടിക്കപ്പെടുന്നു. ഇത് അവരുടെ അറിവിനോടുള്ള ആഗ്രഹവും ചർച്ചാ സംസ്കാരവും കാണിക്കുന്നു. ബംഗ്ലാദേശിന്റെ പതാക നോക്കിയാൽ പച്ചയും ചുമപ്പും മാത്രം. പച്ച സമൃദ്ധിയെയും ശാന്തിയെയും സൂചിപ്പിക്കുന്നു. ചുമപ്പ് സ്വാതന്ത്ര്യത്തിന്റെ ത്യാഗങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വൈകാരിക ബന്ധം നമ്മുടെ രാജ്യങ്ങൾക്കിടയിലുള്ള സുന്ദർബൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ മാൻഗ്രോവ് കാട്. 40% നമ്മുടേത്, 60% അവരുടേത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. സുന്ദരി മരങ്ങളുടെ പേരിലാണ് പേര് വന്നത്. ഇവിടെയാണ് റോയൽ ബംഗാൾ ടൈഗറുകൾ ജീവിക്കുന്നത്. ബംഗ്ലാദേശിന്റെ ദേശീയ മൃഗം. ആ കാട്ടിലൂടെ യാത്ര ചെയ്താൽ പ്രകൃതിയുടെ രഹസ്യങ്ങളിലും വൈവിധ്യമാർന്ന ജീവജാലങ്ങളിലും മുങ്ങിപ്പോകും. ഇവിടെ ഒരു ആശ്ചര്യകരമായ സാംസ്കാരിക ട്വിസ്റ്റ്. ബംഗ്ലാദേശിലെ ജനങ്ങൾ ആരെങ്കിലും കണ്ട് ചിരിക്കുന്നത് തെറ്റാണെന്ന് കരുതുന്നു. ചിരി അപരിപക്വതയാണെന്നാണ് അവരുടെ അഭിപ്രായം. ഇത് നമ്മെ ചിന്തിപ്പിക്കുന്നു, അല്ലേ? മറ്റൊരു പ്രത്യേകത,
നദികളുടെ രാജ്യമെന്ന പേര്. 700-ലധികം നദികൾ ഒഴുകുന്നു. ഏഷ്യയിലെ 3 ഏറ്റവും വലിയവ ഗംഗ, മേഘ്ന, ബ്രഹ്മപുത്ര എല്ലാം എവിടെയാണ് ഒഴുകുന്നത്? ഇവ ഭക്ഷണവും സാമ്പത്തികവും നൽകുന്നു. പക്ഷെ എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഭയങ്കരമായി ആഞ്ഞടിക്കും. എന്നിട്ടും അവർ നിന്നുപോകില്ല. വെള്ളപ്പൊക്കത്തിലും ബോട്ട് സ്കൂളുകൾ നടത്തുന്നു. കുട്ടികളുടെ പഠനം നിന്നുപോകരുതെന്ന് ബോട്ടുകളിലാണ് ക്ലാസുകൾ നടത്തുന്നത്. ഇതവരുടെ ധൈര്യത്തിനും നിർമ്മാണാത്മകതയ്ക്കും ഒരു വലിയ ഉദാഹരണമാണ്. ഋതുക്കളുടെ കാര്യത്തിലും യുണീക്ക്. പല രാജ്യങ്ങളിലും 4 ഋതുക്കളുണ്ടെങ്കിൽ ഇവിടെ 6 ഋതുക്കൾ: ഗ്രീഷ്മം, ശരത്, ശിശിരം, വസന്തം, മഴക്കാലം, ശൈത്യകാലം. ഓരോ ഋതുവും ഒരു പുതിയ നിറവും പുതിയ അനുഭവവും കൊണ്ടുവരുന്നു. പക്ഷെ സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടുകളുമുണ്ട്. വൃത്തികേട്, ആശയക്കുഴപ്പം ധാരാളം. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മാറുന്നില്ല. മറ്റൊന്ന്, ട്രാഫിക് പ്രശ്നം ഭയങ്കരം. സൈക്കിളുകളും റിക്ഷകളും റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. ഢാക്കയിൽ നിന്ന് ഫ്ലൈറ്റിന് 4 മണിക്കൂർ മുമ്പ് പുറപ്പെടണം. അത്ര തിരക്ക്. എന്നാലും 15 വിമാനത്താവളങ്ങളുണ്ട്. എയർ ട്രാവൽ എളുപ്പമാണ്. പ്രകൃതി പ്രേമികൾക്ക് ബംഗ്ലാദേശ് പർദീസയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ ബീച്ച് കോക്സ് ബസാർ. 120 കിലോമീറ്റർ നീളം. പൂർണ്ണമായി കാണാൻ 2 ദിവസം വേണം. സൂര്യോദയവും സൂര്യാസ്തമയവും ഫ്രഷ് സീ ഫുഡും അത്ഭുതകരം. വൃത്തികേടില്ലാതെ പെർഫെക്റ്റ്. നമ്മുടെ ഇന്ത്യക്കാർക്കിത് ഫേവറേറ്റ് സ്പോട്ടാണ്. പ്രകൃതി പച്ചപ്പ്, ചരിത്ര സ്മാരകങ്ങൾ, കടൽ തീരങ്ങൾ, പിക്നിക് സ്പോട്ടുകൾ, കാടുകൾ, ആദിവാസി ഗ്രാമങ്ങൾ എല്ലാമുണ്ട്. മീൻപിടുത്തം ഇഷ്ടമാണോ? ഇവിടെ പെർഫെക്റ്റ്. ഫ്രഷ് ക്യാച്ച് ദിവസവും വരും. ഇപ്പോൾ ടോപ്പ് പ്ലേസുകളെക്കുറിച്ച് പറയാം. ആദ്യം ഢാക്ക, തലസ്ഥാനം. ബുരിഗംഗ നദീതീരത്തുള്ള ഏറ്റവും വലിയ നഗരം. നദീയാത്രകൾ, ചെറിയ ബോട്ടുകൾ, മീൻ ബോട്ടുകൾ എപ്പോഴും തിരക്കിലാണ്. പക്ഷേ ആ എനർജി അത്ഭുതകരം. പഴയ കെട്ടിടങ്ങൾ പുതിയ കെട്ടിടങ്ങളോട് ചേർന്ന് ഒരു മനോഹരമായ ക്യാൻവാസ് പോലെ തോന്നും. വ്യവസായങ്ങൾ, വ്യാപാരം, സംസ്കാരം, വിദ്യാഭ്യാസം, രാഷ്ട്രീയത്തിന്റെ കേന്ദ്രം, ചരിത്രം നിറഞ്ഞ മസ്ജിദുകളുടെ നഗരം. അടുത്തത് സുന്ദർബൻസ്, ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ ആകർഷണം. നമ്മുടെ ഇന്ത്യയുമായി പങ്കിടുന്ന മാൻഗ്രോവ് കാട്, യുനെസ്കോ സൈറ്റ്. റോയൽ ബംഗാൾ ടൈഗറുകൾ, വിഷസർപ്പങ്ങൾ, വൈവിധ്യമാർന്ന പക്ഷികളുണ്ട്. ഈ യാത്ര ജീവിതകാലം മറക്കാനാവില്ല. പ്രകൃതിയുടെ ശക്തി അനുഭവിക്കും. മറ്റൊന്ന് ചിട്ടഗോങ്, 2ാമത്തെ വലിയ നഗരം. കുന്നുകൾ, കടുത്ത കാടുകൾ, തടാകങ്ങൾ നിറഞ്ഞിരിക്കുന്നു. കാലാവസ്ഥ തണുപ്പുള്ളത്. എപ്പോഴും മഴ. ബംഗ്ലാദേശിന്റെ ഗേറ്റ് വേ എന്നാണ് വിളിക്കുന്നത്. വലിയ തുറമുഖത്തോടുകൂടി. ഒരിക്കൽ പോയാൽ വീണ്ടും വരണമെന്ന് തോന്നും. അവസാനം കോക്സ് ബസാർ ബീച്ച്, ഏറ്റവും മനോഹരമായ കടൽ തീരം. സൂര്യോദയവും സൂര്യാസ്തമയവും മിസ് ചെയ്യരുത്. സീ ഫുഡ് വകഭേദങ്ങൾ ഓരോന്നിനേക്കാളും മികച്ചത്. വൃത്തികേടില്ലാതെ പെർഫെക്റ്റ് റിലാക്സേഷൻ സ്പോട്ട്. യാത്രയ്ക്ക് വിസ, ഡോക്യുമെന്റുകൾ ശരിയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ കിട്ടും. ചെലവ് കുറവ്. 6-7 ദിവസത്തിന് 5500 രൂപയോളം വരും. കറൻസി ബംഗ്ലാദേശി ടാക്ക. 1 ടാക്ക = 0.70 റുപ്പീസ്. ഫ്രണ്ട്സ്, ബംഗ്ലാദേശിനെക്കുറിച്ചുള്ള ഈ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? കമൻസിൽ പറയൂ. എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവസാനം വരെ കണ്ടതിന് താങ്ക്സ്. വീണ്ടും പുതിയ എപ്പിസോഡുമായി കാണാം.